തറവാടിത്തം ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യൻ തറവാടിയാകാന്ന് ചെറിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. തറവാടിത്തരം വലിയ കാര്യം തന്നെ. ആ വ്യക്തിക്ക് ശരിയും തെറ്റൊക്കെ സംഭവിക്കും. പക്ഷെ തറവാടിത്തരാണ്. തറവാടിത്തം എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. ഇന്നലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഞാൻ അതിൻ്റെ ഇത് വന്നപ്പോൾ ആദ്യം ഞാൻ നോക്കിയത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിലുണ്ടോ എന്നാണ്. അദ്ദേഹത്തിന് ഉണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായം 70-ലേറെ വയസ്സുണ്ടാവും, അല്ലേ? എത്ര ഉണ്ടാവും? ഏതായാലും 70-ലേറെ വയസ്സുണ്ട് മനുഷ്യന്. പക്ഷെ അതേസമയത്ത് അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാകില്ല ആവശ്യം. എന്തുകൊണ്ട്? അദ്ദേഹം തറവാടിയാണ്. തറവാടിത്തരം ചെറിയ കാര്യമല്ല. ബാക്കിയുള്ളവർക്ക് തറവാടിത്തരം അല്ല എന്നല്ല, ഇദ്ദേഹത്തിന് തറവാടിത്തരം ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. ഞാൻ ഇപ്പം അവരെപ്പം കടന്നുറങ്ങി നടക്കുന്ന ആളല്ല, പക്ഷെ ആ മനുഷ്യൻ ഇല്ലെങ്കിൽ അതിന് നഷ്ടം ഉണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മൾ മുസ്ലിം രാഷ്ട്രീയ എന്ന ബസ്സിൽ വേറൊരാളെ കാണാനുമില്ല. ആ മനുഷ്യൻ അവിടുന്ന് മരിച്ചു വരികയാണ്. ഞാൻ പറയും ഈ നിയമസഭയിൽ മരിക്കണം എന്നല്ല, അദ്ദേഹത്തിന് മരിക്കണത് വരെയും അവിടെ നമ്മൾ സ്ഥാനം കൊടുക്കണം. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു തറവാടിയാണ്. തറവാടികൾ ഒരാളെ മുന്നിലും തോൽക്കൂല. ജീവൻ പോയാലും തറവാടികൾ തോൽക്കൂല. എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ മനുഷ്യന്മാരാണ് അറബ് ലോകത്തെങ്കിലും അവർ തറവാടികളായിരിക്കും. ഇത് അറബ് ലോകത്ത് ഇന്ന് ഭരിക്കുന്ന അറബികൾ ആരല്ല, തറവാടികളല്ല. തറവാടിത്തം ചെറിയ കാര്യമല്ല. വകാന സഈമുൽ ഖൗമി അർദലഹും, അർദലുന്നാസ് സഈമായി മാറുക, നേതാവായി മാറുക. അവിടെയൊക്കെ നമ്മൾ ഇന്ന് വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെ തെറ്റിയത്? മക്കയും മദീനയും ഭരിക്കാൻ ഇവർക്കൊരു അധികാരമില്ല. ഇവരാരാണ്? ഈ ബതുക്കൾ, ഭൂലോക ബതുക്കൾ. അവരിൽ